വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. ബോർഡറിലെ അവിടെ ഒരു മരം നിൽക്കുന്നത് കണ്ടോ? കടലത് ഓഫ് ട്രീ ആണ്. നല്ലോണം വലിച്ചു പിടിക്ക. അവന്റെ എന്തൊരു ഐഡിയ! രുദ്ര വളരെ ബ്രില്യന്റ് ആണ് അല്ലേ ഷാക്കോൾ? വരുൺ, മൈറ, മുത്തശ്ശൻ എവിടെയാന്ന് അറിയില്ല. ആരും കാണാൻ പറ്റുന്നില്ല. ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. രുദ്ര, ഞങ്ങൾ ഇവിടെയുണ്ട്. രുദ്ര, അത് വരുണിന്റെ ശബ്ദമാണ്. എന്നെ വിടാനല്ല പറഞ്ഞത്. ഞങ്ങൾ എത്തിക്കഴിഞ്ഞു വരുൺ. ചേടാ, ഇതുപോലത്തെ പ്രശ്നമായല്ലോ. എന്താ ഇവിടെ നടക്കുന്നത്? രുദ്ര, താങ്ക് ഗോഡ് നീ എത്തി. രുദ്ര എന്നെ ഹെൽപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ ആ ബാരലിൽ നിന്ന് അവരെ രക്ഷിച്ചേനെ. നീ എന്നെ സഹായിക്കേണ്ട മൈറ. നീ ഒരു പ്രാവശ്യം സഹായിച്ചതിലാ എനിക്ക് ഈ ഗതി വന്നത്. ഇത്രയും വലിയ കാട്ടിൽ നമ്മൾ മുത്തശ്ശനെ എങ്ങനെയാ തേടി കണ്ടെത്തുക? ഓഹോ, ഈ ഹണിബീസ് എവിടുന്നാ വന്നത്? നമ്മുടെ മാജിക് പവേഴ്സ് ഒന്നും വർക്ക്ഔട്ട് ആവുന്നില്ല. മൈറ, ഈ ഹണിബി എന്നെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതെന്തൊരു ശല്യമാ. നീ പേടിക്കല്ലേ വരും. ഞാൻ ഇപ്പൊ തന്നെ അതിന് വക വരുത്താം. മൈറോ, നീ എന്റെ കഥ കഴിച്ചേ മതിയാവുള്ളൂ അല്ലേ? നീ ഷക്കാലിനെ സഹായിക്കുകയാണോ? ആരാ എന്റെ മേലത്ത് ഇങ്ങനെ നക്കുന്നത്? ഞാനല്ലേ നക്കുന്നത്, നീ തന്നെ നോക്ക്. ഈ കരടിയെ ഞാനങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. കൊറേ നേരായിട്ട് എന്നെ നക്കി നക്കി കൊല്ലാണേ. രുദ്ര, നിന്റെ കയ്യിൽ മാത്രം എങ്ങനെ മാജിക് പവർ ഉള്ളത്? ഞങ്ങളുടെ മാജിക് പവേഴ്സ് വർക്ക് ആവുന്നില്ല. ഞാൻ സ്വയം പെയിന്റിന്റെ അകത്ത് വന്നതാ. ശക്കലല്ല ഇതിനകത്ത് കൊണ്ടുവന്നത്. രുദ്ര, മേലോട്ട് നോക്ക്. വരുൺ ഇങ്ങോട്ട് പോയത്? ഞാൻ ഇവിടെ കുടുങ്ങിയിരിക്കുക.
ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിവിടെ മൊത്തം അന്വേഷിച്ചു കഴിഞ്ഞു. മുത്തശ്ശൻ ഇവിടെ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് പെയിന്റിംഗിൽ കാണും. ഇല്ല ഇല്ല ഇല്ല. ഇപ്പൊ നീ എന്തിനാടാ 3 പ്രാവശ്യം നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്തവണ ഷാക്കോൾ അത് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? നമ്മുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറയണമെന്ന് അദ്ദേഹം ആലോചിച്ചതായിരിക്കും, അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ. മുത്തശ്ശാ, മുത്തശ്ശാ, മുത്തശ്ശ, മുത്തശ്ശ, മുത്തശ്ശാ, മുത്തശ്ശാ. ഇത് കണ്ടോ, മുത്തശ്ശന്റെ ഷൂ. മുത്തശ്ശൻ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കാണും. മുത്തശ്ശ, ഞാനിവിടെയുണ്ട്. രുദ്ര, രുദ്ര, നീ തീർച്ചയായിട്ടും വരുമെന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. പക്ഷെ നിന്റെ കയ്യിൽ എങ്ങനെയാ മാജിക് പവേഴ്സ് ഉള്ളത്? എന്റെ മാജിക് പവർ ഒക്കെ എന്റെ കൈവിട്ട് പോയി. കാരണം ഞാൻ സ്വയം ഈ പെയിന്റിന്റെ അകത്ത് വന്നതാ. ഷക്കലിനെ അറസ്റ്റ് ചെയ്തതല്ല. രുദ്ര, ചേട്ടാ ഇത് വല്ലാത്ത പ്രശ്നമായല്ലോ. അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. മുത്തശ്ശൻ, നമ്മളിപ്പോ ഇവിടുന്ന് പോയേ പറ്റൂ. ഇനി ഈ കളി കാണാൻ നല്ല രസമായിരിക്കും. ആ കാണുന്ന മുതലുകളിൽ രുദ്രയുടെ മാജിക്കൽ പവേഴ്സ് ഒന്നും വർക്കൗട്ട് ആവില്ല. രുദ്രയ്ക്ക് അതിന് കൊല്ലാനും ആവില്ല. രുദ്ര, രക്ഷിക്കണേ. വേഗം പോ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇനിയിപ്പോ പെയിന്റിങ്ങിൽ നിന്ന് എങ്ങനെയാ നമ്മൾ പുറത്തേക്ക് പോകുന്നത്? അത് നമുക്കറിയില്ല. എന്നാ പിന്നെ സൂര്യൻ അസ്തമിക്കുമ്പോ നമ്മുടെ കഥ തീരുമെന്നാ തോന്നുന്നേ. നമ്മുടെ കഥ തീർന്നു എന്നാ തോന്നുന്നേ. രുദ്ര, നീ പെയിന്റിങ്ങിനകത്തേക്ക് വന്നില്ലേ? അപ്പൊ പെയിന്റിംഗ് എവിടെയായിരുന്നു? മാജിക്കൽ മൗണ്ടനിലുള്ള കേവിലായിരുന്നു. കടങ്കഥയുടെ ഉത്തരം കടങ്കഥയിൽ തന്നെ ഉണ്ടായിരിക്കും. അതിന്റെ അർത്ഥം പുറത്തേക്ക് പോകാനുള്ള വഴി ആ കേവിനകത്ത് തന്നെ ഉണ്ടെന്നാണോ? അതെ, ശരിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ക്രോക്കഡൈൽ ഗോൾ കീപ്പറായി അവിടെ ഇരിക്കായിരുന്നു.
രുദ്ര, സൂര്യൻ അസ്തമിക്കാറായി. ഷാക്കാൽ, ഞാൻ നിന്റെ കൂടെ ഒരിക്കലും ഏറ്റുമുട്ടാൻ ശ്രമിച്ചതല്ല. നീ കോൾ സിറ്റിയിൽ സുരക്ഷിതമായിരുന്നു, ഞാൻ എന്റെ സൺ സിറ്റിയിൽ ഇരുന്നോളാം. പക്ഷെ ഇനി നീ പറഞ്ഞതുപോലെ കേട്ടില്ലെങ്കിൽ അത് ശരിയായിന്ന് വരില്ല. ഞാൻ മാജിക്, ഞാൻ മായാജാലം. ഷാക്കാലിനെ വകവരുത്തുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബൈ ബൈ, ഞാൻ വീണ്ടും വരും. സോഗ, നീ ചെന്ന് ഫൈറ്റ് ചെയ്യ. ഞാനിതിൽ കുടുങ്ങിയ എന്നെ ഇതിൽ നിന്ന് പുറത്തേക്ക് ദ്രോഹിക്കതൊന്നും പറ്റില്ല. മുങ്ങിക്കളയാം. താങ്ക് യു രുദ്ര. നീ ഉള്ളതുവരെ ഞാൻ ഒന്നിനും വിഷമിക്കേണ്ട കാര്യമില്ല. പെയിന്റിങ്ങിനകത്തുള്ളപ്പോഴും എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു നീ തീർച്ചയായിട്ടും വരുമെന്ന്. Watch India's largest kids library only on Jio Hotstar. Download the app now.